പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വീണ്ടും ഒരിക്കൽ കൂടെ ബഥേൽ ചർച്ചിന്റെ ഓൺലൈൻ സർവീസിലേക്ക് ഹാർവെസ്റ്റ് ടിവിയിൽ കൂടെയും ഓൺലൈനിൽ കൂടെയും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയായി ഇന്നും സീനിയർ പാസ്റ്റർ നമ്മളോട് സംസാരിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് ശക്തീകരിക്കും, നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തും. പ്രാപിക്കുവാൻ എല്ലാവരും ഒരുക്കമുള്ളവരായിരിക്കാം. പ്രാർത്ഥിച്ചാരംഭിക്കാം. താങ്ക് യു ലോർഡ്. സകല മഹത്വവും പുകഴ്ചയും ബഹുമാനവും എല്ലാ ആരാധനയും സ്വീകരിപ്പാൻ യോഗ്യനായ ഞങ്ങളുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇന്ന് ഞങ്ങൾ കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കുകയും പിതാവിൻ്റെ സന്നിധിയിൽ ആരാധന അർപ്പിക്കുവാൻ, മഹത്വം മുഴുവൻ കർത്താവായ യേശുവിന് അർപ്പിക്കുവാൻ ഈ ആരാധനയെ കർത്താവ് ധന്യമായി ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണം. താങ്ക് യു ലോർഡ്. ഊരിപ്പിടിച്ച വാളുള്ള ദൂതന്മാർ കാവലിനായി ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കണം. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി അങ്ങേ സ്തോത്രം ചെയ്ത് ഞങ്ങൾ നാമത്തെ ഉയർത്തുമ്പോൾ താങ്ക് യു ലോർഡ്, അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മീതെ വർദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ പാട്ടുകൾ, ഇന്നത്തെ ആരാധന, ഇന്നത്തെ വചനധ്യാനം, അതേ കർത്താവ് അഗാൻ ആത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ അളവുകൾ, ആത്മാവിന്റെ നിയോഗങ്ങൾ വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ വർദ്ധിച്ചു വരുവാൻ ഇന്ന് ഞങ്ങൾ വീണ്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ വലിയ ശക്തിയും കൃപയും ഞങ്ങളെ ഭരിച്ചു നടത്തിയാലും അങ്ങയുടെ ദാസനിൽ കൂടെ ശക്തമായി ഞങ്ങളോട് സംസാരിച്ചാലും കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പകൽക്കാലം ഒരുമിച്ച് നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ചു. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അങ്ങിങ്ങായിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ മധ്യത്തിൽ സർവശക്തനായ ദൈവം നമ്മെ നിലനിർത്തിയത് ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ദൈവത്തെ ആരാധിച്ചു ബോധപ്പെടുത്താം. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരനായ ദൈവം, ആ ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. പകൽക്കാലം ഒരുമിച്ച് പാടുമ്പോൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലും പറയാം, ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരൻ നീ മാത്രം. സുന്ദരൻ നീ മാത്രമേ, അത്യുന്നതൻ യേശുവേ. വാഴ്ക യേശു രാജാവേ, സൗഖ്യദാതാവേ. ഇപ്പോൾ
സ്വന്തം ഞാൻ നിൻ സ്വന്തം ലോകമോ അന്യം ചാരുവാ നിന്നാർവിടം എനിക്കെന്നും സ്വന്തമേ ഞാൻ നിൻ സ്വന്തം ലോകമോ അന്യം ചാരുവാൻ നിൻ മാർവിടം എനിക്കെന്നും സ്വന്തമേ വാഴ്ക യേശു ശബ്ദമുയർത്തി സമ്പൂർണ്ണമായി
ഇന്ന് പകലിൽ ആ വലിയ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ഉയർത്തി. കർത്താവേ, ഞാൻ നിന്റെ സ്വന്തമാണ്, ലോകം അന്യമാണ്, ചാരുവാൻ നീയല്ലാതെ എനിക്ക് മറ്റാരുമില്ല. എൻ്റെ പകൽക്കാലം അങ്ങനെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ മാറുവോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവത്തോട് പറയുവാൻ കഴിയുമോ, ഇത്രയും വലിയ പ്രശ്നങ്ങളിലും എന്നെ പരിപാലിച്ചവനായ ദൈവമേ, ആരോഗ്യത്തോടെ എന്നെ സൂക്ഷിച്ചവനായ ദൈവമേ, എൻ്റെ കുടുംബത്തെ പരിപാലിച്ചവനായ ദൈവമേ, എനിക്ക് ആഹാരം നൽകി തന്ന ദൈവമേ, എനിക്ക് നല്ല വസ്ത്രം നൽകി തന്ന ദൈവമേ, എനിക്ക് നല്ല പാർപ്പിടം നൽകി തന്ന ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നിനക്ക് നന്ദി, നിനക്ക് നന്ദി, നിനക്ക് നന്ദി. അങ്ങയ്ക്ക് മാത്രം ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ആയുസോടെ ഇന്ന് പകൽക്കാലം ഇവിടെ വരുവാൻ ദൈവം എന്നെ സഹായിച്ചതോട്ട് കമോൺ, കരങ്ങളെ അടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങട്ടെ. അല്പനിമിഷക്കാലം ആരാധനയുടെ അന്തരീക്ഷം. ഗ്ലോറി ടു ഗോഡ്. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. സ്വർഗത്തിലെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുമ്പോൾ, അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ മൗനമായിരിക്കുവാൻ കഴിയും? നമുക്ക് എങ്ങനെ കരങ്ങളെ അടിക്കാതിരിക്കുവാൻ കഴിയും? നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കാതിരിക്കുവാൻ എങ്ങനെ കഴിയും? ലോർഡ്, you are great, you are great, holy, 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 holy. Hallelujah, praise the Lord. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരുമിച്ച് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. എത്ര നല്ലവൻ എന്നെ യേശു നായകൻ, ഏതു നേരവും നടത്തിടുന്നവൻ. ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാമല്ലോ. Hallelujah, we thank you Jesus, we thank you Jesus. കരങ്ങളെ അടിച്ച് ശക്തിയോടെ എത്ര നല്ലവൻ എന്നെ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിരുന്നവൻ. എത്ര നല്ലവൻ എന്നെ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിരുന്നവൻ. ഓ, എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്നെ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ആമേൻ. എത്ര നല്ലവൻ എന്നെ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ, നായകനവൻ നമുക്ക് മുൻപിലാ നൽവഴികളെ ഒരുക്കിടുന്നവൻ. ഓ, നായകനവൻ നമുക്ക് മുൻപിലാ നൽവഴികളെ ഒരുക്കിടുന്നവൻ. ഓ, നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാളെങ്ങും കീർത്തിക്കും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാളെങ്ങും പാടിടും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ. ആമേൻ. ഹല്ലേലൂയ. കം ഓൺ. ഓ, എത്ര നല്ലവൻ എന്നെ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. ഓ, പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ. എത്ര നല്ലവൻ എന്നെ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ആമേൻ. എത്ര നല്ലവൻ എന്നെ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ, നായകനവൻ നമുക്ക് മുൻപിലായി. ഹല്ലേലൂയ. ആമേൻ. നായകനവൻ നമുക്ക് മുൻപിലായി നൽവഴികളെ ഒരുക്കിടുന്നവൻ. ഓ, നന്ദിയാൽ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഓ,
ഘോഷിക്കും സ്നേഹത്തെ എത്ര നല്ലവൻ എന്റെ യേശുനായകൻ. ഏതു നേരത്തും നടത്തിയിടുന്നവൻ അവൻ എത്ര നല്ലവൻ എന്റെ യേശുനായകൻ. ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ പ്രിയരെ വരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിയിടും പ്രയാസവേളയിൽ. ഓ പ്രിയരെ വരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിയിടും പ്രയാസവേളയിൽ. ഓ പൊന്നുകം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ. ഹല്ലേലൂയ. ഓ ജീസസ്. ഓ എത്ര നല്ലവൻ എന്റെ യേശുനായകൻ. ഏതു നേരത്തും നടത്തിയിടുന്നവൻ അവൻ എത്ര നല്ലവൻ എന്റെ യേശുനായകൻ. ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആമേൻ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയ ശക്തിയോടെ. ആമേൻ. Glory to God. ഓ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ചു. കാലുകളേറെ കുറെ ഒരിക്കലും ഉയരില്ല എന്ന്. ഓ എന്റെ ദിനമുകൾ ദൈവം മാറ്റി എഴുതി. നിന്റെ കാൽ വഴുതുവാനിട വന്നില്ല. അവൻ എന്റെ ദിനമുകൾ ദൈവം മാറ്റി എഴുതി. നിന്റെ കാൽ വഴുതുവാനിട വന്നില്ല. ഓ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ. ഉന്നത വിളിയാൽ വിളിച്ചുവെന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ആമേൻ. ഉന്നത വിളിയാൽ വിളിച്ചുവെന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ഓ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കാൽ നൽകിയിടുന്നു. ആമേൻ. കൃപ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഓ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോരു കൂടെയൊരു തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും. ഉറ്റോരു കൂടെയൊരു കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും. ഓ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. അവൻ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഓ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ. Glory 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ആമേൻ. Glory. ഉന്നത വിളിയാൽ വിളിച്ചുവെന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ആമേൻ. ഉന്നത വിളിയാൽ വിളിച്ചുവെന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ഓ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. അവൻ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഓ ഹല്ലേലൂയ ആമേൻ 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 ആമേൻ. Glory hallelujah hallelujah. ഓ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ
ക്ഷമതേ നികലാജകരം ദാരാജകരീരത്തേല തനകക്ഷമന തനകക്ഷൈലേ നികലകജാനകരം നിരമാനകരേതേ ഓ ശബ്ദാരാജത്തേരം ദാനകരം നിരമാനകരീരകലംബേ നികലകജാനകരേ നികലകക്ഷമന തനകക്ഷൈലാരേതം ദാനകരീരത്തേലകരം ദാ ഉടമനകതകതകതേ നികലകക്ഷമനാരകതകതകക്ഷാലകരം നിരമനകക്ഷേലേ വിമാനം വീരത്തേലകരം ദാനകരേ നികലകക്ഷമനാരകതകജാനകരം നിരതേരം തനകക്ഷകരേ നികലാജകരാജകരേ ഓ ശബ്ദാരം വീരത്തേലകരം ദാരാജകരം നികലകക്ഷാലതകക്ഷകരേ നികലകതകക്ഷാലകരം ദര We worship you, Lord. We return a talam, Nigagaram, Niramagarida, Karagade. Nagadalagade, Nagachamana, Taragachaina, Nagadagadanagaram, Niragachalanagaram, Niradane. Even Chala, Taragachaina, Managade. Udamanagachala, Taragachamana, Nagadagachalanagaram, Niramagarida, Taragachamana. Udamalagade, Nagachana, Taragachaina, Managadagaram, Niramagarida, Galamde. Lord, we love you, Jesus. We love you, Jesus. We love you, Lord. We love you, Lord. Trikara tera tara tara chamana. Davanagare tara chana garandana vanagare chanaga chanaga nagadana. Nigana garandana jana garande nigana chanaga chamde. Viva chera tara garandana jana chera chanaga chamde jana. Ella maradu deivati aaradikade. എല്ലാം മറന്നു ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങുന്നത് വികാരം വീരതാലകരം നിരതാലകരീതകലം നിരമനകക്ഷമരേ വൈഡമനാജകരം നഗജാനം നഗക്ഷമരേ നിഗലഗജാനം നഗക്ഷീലകടകരേ നഗജാനകദാരകരേ നഗക്ഷാലകരീതകലം നിരമാനകരത്തേ നിഗക്ഷാലം നഗക്ഷമനത്താലകലം നിരേ അമലകദാദിക നഗജകദാദകരം നിരമനകക്ഷകലികദാദികലം നിരജാനകരേ ഓ ശിഖരാജം നിനകക്ഷാലം നഗക്ഷമരേ നിഗലത്താലകലം നിരജാനക നിഗലഗജാലേ നിഗലഗജാനകരീതകലം നിരമാനകരം ദാനഗജം നഗക്ഷുല നഗക്ഷേര തേര 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 ദീപാന നഗക്ഷമനഗജാനകരം നിരജാനതേലേ നിഗലാജകരം നിഗലഗജനഗക്ഷാലകരം നിരമനഗദനഗദേ ഉത്തമാനഗദാ ജഗനാമനഗക്ഷകലേ നിഗലഗജാനകരീതകലം നിരജാനകരീതകലം ഓ ശബ്ദാരത്തേലത്താലകലം അക്കരങ്ങളെ യേശുവിനായി ചലിക്കട്ടെ അക്കരങ്ങളെ യേശുവിനായി ചലിക്കട്ടെ ആദരങ്ങൾ യേശുവിനായി തുറക്കപ്പെടട്ടെ ഓ ശാരത്തേലത്തേലത്താലകലം നര തുമനാദികളീ നീതച്ചാനാരേതേ നിക്കേരേ നീകച്ചാനം നീരകരേരച്ചാലകനകതേ ഉടമനകതലകജത്താലകലം ദേരീകച്ചേലേ വിമാനം നരകച്ചാലകലം ദേരീകച്ചാനാരീകലജാനത്തേലകനകജാനകതേ നിഗലാജകരേദം ദാനകരീദം ദാനം മനകച്ചാലകലം നര Glory, hallelujah. Thank you, Lord. വിമാനം നരകാരികളേ നഗച്ചാലകലം നര ദാനകലം നര വൈഡാരാജത്തേലത്താലകലം നര വൈഡമനാദികളേ നിത്യനഗക്ഷേരകടാദക്കനഗക്ഷാലകലം നരമനകദലഗജേ ഓ സമനാദിക്കനഗക്ഷാലകലം നരമനകദലഗജേ നഗക്ഷമനാരകദഗജനഗക്ഷാന്തര ഇക്കേറെ ഒരു തീ പോലെ ദൈവ സാന്നിധ്യം ഇതിനകത്തിറങ്ങട്ടെ ഒരു തീ പോലെ വ്യക്തികളുടെ മേല ദൈവ സാന്നിധ്യം ഒരു തീ പോലെ കുടുംബങ്ങളുടെ മേല ദൈവ സാന്നിധ്യം പ്രശ്നങ്ങളെ കരിച്ചു കളയുന്ന ദൈവ സാന്നിധ്യം ഓ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആത്മാവിൽ ചലിക്കുവാൻ തുടങ്ങട്ടെ ആത്മാവിൽ ചലിക്കുവാൻ തുടങ്ങട്ടെ ഓ യേശുവിന്റെ നാമത്തിൽ അന്യഭാഷകളുടെ ശബ്ദമുയരട്ടെ അധികാരമുള്ള നാമത്തിൽ
അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ ദൈവത്തോട് സംസാരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയാത്തത് എന്റെ ദൈവത്തിന് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ വിശ്വസിക്കുക, ദൈവം നമ്മളെ നന്നായി അറിയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ശരാദിയാലവോ ശംതരാധന ഉടമനാ ശേഖേരിയാലവോ ശംതനാജഗസിയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. ഏതെല്ലാം ചലഞ്ചസിനെ അതിജീവിച്ചാണ് ഇന്ന് പകൽക്കാലം ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. Hallelujah. എന്ത് വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണ് ആരോഗ്യത്തോടെ ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. അതാണ് ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ എന്ന് പറയപ്പെടുന്നത്. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയപ്പെടുന്നത്. അതാണ് നമ്മളെ നടത്തുന്നത്. ഇന്ന് പകൽക്കാലം അതോർത്തിട്ട് പറ, ഞാനൊരു ദൈവത്തിന്റെ പൈതലാണ്, ഞാനൊരു ദൈവ പൈതലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളിൽ നിന്നും ഞാൻ ദൂരെ ഇരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഇന്ന് പകൽ തിരുവചനത്തിൻ്റെ മുമ്പിൽ വീണ്ടുമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അരുളി ചെയ്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ വരവ് ഇതുവരെ താമസിച്ചു. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദീർഘക്ഷമയോടെ ചിലർക്ക് വേണ്ടി കാത്തിരിക്കുന്നവനായ യേശുവേ, ദൈവമേ, യേശുവിൻ്റെ വരവിനെ താമസിപ്പിച്ചതുകൊണ്ട് ആ സഹോദരന്മാരെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ പകൽ ചിലരും കൂടെ ആ വരവിന് വേണ്ടി തയ്യാറാകുവാൻ ഇന്നത്തെ സന്ദേശം ഞങ്ങൾക്ക് പ്രയോജനമാകണമേ. മഹത്വം കർത്താവ് എടുക്കണേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കഴിഞ്ഞ നീണ്ട ആഴ്ചകളായിട്ട് മേഘത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിച്ചു എന്ന പദത്തിലാണ് നമ്മൾ വന്നത്. ഇന്ന് പകൽ അവിടെ നിന്ന് ഒരുപാട് മാറി യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ മേഘത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, ദ ക്ലൗഡ് ഓഫ് ഹിസ് റിട്ടേൺ, തൻ്റെ മടങ്ങിവരവിൻ്റെ മേഘത്തെക്കുറിച്ച് പറയുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചു വാഴ്ത്തുന്നു. ഒരു വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ വിളിച്ചു പറയുന്ന പദമാണിത്. യേശുവിൻ്റെ മാറോട് ചാരിയിരുന്ന യോഹന്നാൻ, വയോവൃദ്ധനായ യോഹന്നാൻ, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ സ്വാഭാവിക മരണം സിദ്ധിച്ച ഏക അപ്പോസ്തലനായി യോഹന്നാൻ, പ്രായാധിക്യത്തിൽ പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ, കർത്തൃദിവസത്തിൽ ആത്മവിശുദ്ധനായ യോഹന്നാൻ, യേശുവിനെക്കുറിച്ചുള്ള വ്യക്തമായ സന്ദേശം ലോകത്തിന് തരേണ്ടതിന് യേശു തിരഞ്ഞെടുത്ത യോഹന്നാൻ യേശുവിനെക്കുറിച്ച് പറയുന്നൊരു പദമാണിത്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഇതാ എന്ന് പറയുമ്പോൾ അതിൻ്റെ തിടുക്കത്തെ കുറിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ആ വാക്യം കംപ്ലീറ്റ് ചെയ്താട്ടെ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. വായിച്ചു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഏത് കണ്ണും അവനെ കാണും. ഏത് കണ്ണും വളരെ പ്രത്യക്ഷമായി സകലരും കാണത്തക്കവണ്ണം അവൻ വരും. തേണ്ട മേഘാരൂഢനായാണ് വരുന്നത്. മേഘങ്ങളിലാണ് ആഗതനാകുന്നത്. യേശു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ 11 ഗലീല പുരുഷന്മാർ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഇറങ്ങി വരികയും അവർ ഗലീല പുരുഷന്മാരോട് ഇങ്ങനെ പറയുകയും ചെയ്തു. ഹേ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ ഈ യേശുവിനെ അവൻ പോകുന്നവനായി കണ്ടതുപോലെ വരുന്നവനായി കാണും. എങ്ങനെയാണ് താൻ പോയത്? പ്രകാശമുള്ള ഒരു മേഘത്തിലാണ് താൻ പോയത്. ഒരു മേഘം അവരുടെ മേൽ നിഴലിച്ചു. ആ മേഘത്തിൽ യേശു എടുക്കപ്പെടുകയായിരുന്നു. മേഘത്തിൽ തന്നെ മടങ്ങി വരും. യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ഇതാ കാണത്തക്കവണ്ണം അതിവേഗത്തിൽ. അതിവേഗത്തിൽ എന്നുള്ള പദം ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സംഭവിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. കാര്യം ഇത് ഒരു ദൈവിക കണക്കുകൂട്ടലിൽ വിളിച്ചു പറയുന്നതാ, മാനുഷികമായ കണക്കുകൂട്ടലിലല്ല. 30 ബില്യൺ പ്രകാശവർഷങ്ങൾ വ്യാസം വരുന്ന നമ്മുടെ പ്രപഞ്ചത്തെ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച
ദൈവത്തിൻ്റെ കണക്കിലാണ് ഈ പ്രസ്താവന എന്ന് മറക്കരുത്. 30 ബില്യൺ പ്രകാശവർഷങ്ങൾ വ്യാപ്സം വരുന്നതായ നമ്മുടെ പ്രപഞ്ചം ഉൾപ്പെടെ ശാസ്ത്രലോകത്തിൻ്റെ അഭിപ്രായത്തിൽ മൾട്ടിവേഴ്സ് ഇതുപോലുള്ള അനേക പ്രപഞ്ചങ്ങൾ കണ്ടെന്ന് വരാം. ഒരൊറ്റ വാക്കിനാൽ, ഒരു ബിഗ് ബാങ്ങിനാൽ സൃഷ്ടിച്ചെടുത്ത ത്രിയേകനായ ദൈവം 3 ജനറേഷനുകളിൽ നിന്ന് വരുന്ന ആ 3 ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ പ്രപഞ്ചം സൃഷ്ടിക്കേണ്ടതിനു വേണ്ടി ആ പ്രപഞ്ചത്തെ നിർമ്മിച്ച ആ വലിയവനായ ദൈവത്തിൻ്റെ കണക്കാണ് വേഗത്തിൽ എന്നത്. അത് നമ്മുടെ കണക്കല്ല. ഒരാത്മീയൻ ദൈവിക കാഴ്ചപ്പാടിൽ അതിനെ വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കാണും, എല്ലാവരും അവനെ കണ്ടിരിക്കും. അവനെ കുത്തിത്തുളച്ചവരവനെ കണ്ടിരിക്കും. അന്നത്തെ മഹാപുരോഹിതൻ കണ്ടിരിക്കും. അങ്ങേരെ അടിച്ചു തുളച്ചതാ, അങ്ങേരെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് കുത്തിത്തുളയ്ക്കേണ്ടതായി വന്നത്. അവനെ കുത്തിത്തുളച്ചവ ആ റോമൻ പട്ടാളം അവനെ കാണും. എല്ലാവരും കാണുക, വിശുദ്ധന്മാർ കാണും, ആത്മീയർ കാണും, സകലരും കാണുക അവൻ മേഘാരൂഢനായി വരുവാൻ പോകുകയാണ്. ഇങ്ങനെയെല്ലാം കൂടെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ശരിയാകുന്നത്? യേശുവിൻ്റെ വരവിനെക്കുറിച്ച് കള്ളൻ വരുന്നത് പോലെ വരുമെന്ന് യേശു സ്വയം പറയുന്ന പദങ്ങളുണ്ട്. ഞാനിതിവിടെ ഒത്തിരി വിശദീകരിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ് യേശുവിൻ്റെ വരവിനെക്കുറിച്ച്. ആ വരവ് ക്രൈസ്തവ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയാകയാൽ അത് എത്ര പറഞ്ഞാലും അവസാനിക്കയില്ല. അത് പറയുന്നതിനുള്ള ആർത്തി അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവശേഷിക്കുന്നതിനാൽ പിന്നെയും പിന്നെയും വരവിനെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും നമുക്ക് അനുഗ്രഹപ്രദമായിരിക്കും. ഒരു വശത്ത് യേശു പറഞ്ഞു, കള്ളൻ വരുന്നത് പോലെയാണ് വരുന്നത്. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് അറിയുന്നില്ല. ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിക്കണം, കാര്യം എപ്പോൾ വരുമെന്ന് അറിയുന്നില്ല. അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കണം, ഉണർന്ന് ജാഗരിച്ചു കൊണ്ടിരിക്കണം. വേറൊരു ഭാഗത്ത് മേഘാരൂഢനായിട്ടാണ് വരുന്നത്. മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രൻ്റെ മടങ്ങിവരവിലുമാകും എല്ലാവരും കാണുക വരും എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അനേക ആശയങ്ങൾ പറയുന്നുണ്ട്. യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, അന്ന് 2 പേർ വയലിലിരിക്കുകയായിരിക്കും. ഒരാളിനെ എടുക്കും, വേറൊരാളിനെ കൈവിടും. വയലിലിരിക്കുന്നത് സാധാരണഗതിയിൽ പകലാണ് ജോലി ചെയ്യാൻ വയലിൽ അക്കാലങ്ങളിൽ ആളുകൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു പകലാ വരുന്നത്. അതേ ഉപമയിൽ തന്നെ യേശു കണ്ടിന്യൂ ചെയ്തു. 2 പേർ ഒരുമിച്ചൊരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. തിരികല്ലിൽ പൊടിക്കുന്നത് അതിരാവിലെയാണ് പതിവ്, ഇല്ലെങ്കിൽ വൈകുന്നേരത്തും പതിവുണ്ട്, പട്ടാപ്പകലും രാത്രിയിലുമല്ല. യേശുവിൻ്റെ വരവ് പട്ടാപ്പകലാണെന്ന് അർത്ഥം വരുന്ന വയലിലധ്വാനിക്കുന്ന സമയം ഒന്ന് പറഞ്ഞു, തിരികല്ലിൽ പൊടിക്കുന്ന ചരിത്രം രണ്ടാമത് പറഞ്ഞു, രാവിലെയോ വൈകിട്ടോ ആകാം. അതേ ഉദാഹരണം യേശു വീണ്ടും തുടർന്നു. 2 പേർ ഒരു കിടക്കയിലായിരിക്കും. 2 പേർ ഒരു കിടക്കയിൽ കിടക്കുന്നത് രാത്രിയിലാണ് സാധാരണ. അത് വായിച്ചാൽ മനസ്സിലാകുന്നത് യേശു രാത്രിയിലായിരിക്കും വരുന്നത്. രാവിലെയാണോ, പകലാണോ, വൈകുന്നേരമാണോ, രാത്രിയിലാണോ അറിഞ്ഞുകൂടാ. എല്ലാവരും കാണുകയാണോ, രഹസ്യമായിട്ടാണോ അറിഞ്ഞുകൂടാ. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പദമുണ്ട്. 1 കൊരിന്ത്യർ 15:11 വാക്യത്തിൽ, 1 കൊരിന്ത്യർ 15 യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ, സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നതിൻ്റെ, വിശുദ്ധന്മാരുടെ രൂപീകരണത്തിൻ്റെ, ചുരുക്കത്തിൽ പുനരുത്ഥാനത്തിൻ്റെ അധ്യായം എന്നാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ, അതായത് ഉയർപ്പിൻ്റെ അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യം ദയവായി വായിക്കാമോ? ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. തേണ്ടേ, ഒരു മർമ്മമാണ് യേശുവിൻ്റെ വരവ്. അന്ന് നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഒരു മർമ്മമാണ് യേശുവിൻ്റെ വരവ്. മർമ്മമെന്ന പദത്തിൻ്റെ അർത്ഥം ഒറ്റ നോട്ടത്തിന് മനസ്സിലാകാത്ത ആത്മീയ സത്യങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന, രഹസ്യങ്ങളുടെ കലവറകൾ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു സംഭവത്തെയാണ് ഒരു മർമ്മം എന്ന് വിളിക്കുന്നത്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, യേശുവിൻ്റെ വരവ് ഒരു മർമ്മമാണ്. അന്ന് നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, പകരം ചിലർ നിദ്ര കൊണ്ടിരിക്കും. നിദ്ര കൊണ്ടവർ ഉയർത്തെഴുന്നേൽക്കും, നിദ്ര കൊള്ളാത്തവർ രൂപാന്തരം പ്രാപിക്കും. നാം ഒരുമിച്ച് ആകാശങ്ങളിൽ യേശുവിനെ എതിരേൽക്കേണ്ടതിന് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് ആ മർമ്മം.
അല്പം കൂടെ വ്യക്തതയ്ക്ക് വേണ്ടി തെസ്സലോനിക്കരുടെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. യേശുവിന്റെ വരവിനെ കുറിച്ച് വ്യക്തമായ ഒരു മർമ്മത്തിന്റെ വെളിപ്പാടാണ് ഇവിടെ പറയുന്നത്. ഇതിനെക്കുറിച്ച് അങ്ങനെയല്ല എന്ന് പറയുന്നവരുണ്ട്. യേശു പണ്ടേ വന്നേച്ചു പോയി, അത് 1-ാം നൂറ്റാണ്ടിലേ കഴിഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. ഈ കഴിഞ്ഞ ഇടയെങ്ങാണ്ട് വന്നേച്ചു പോയി എന്ന് പറയുന്നവരുണ്ട്. യേശു ഒരു കാലത്തും വരത്തില്ല എന്ന് പറയുന്നവരുണ്ട്. അനേക ആവർത്തി യേശു വരും എന്ന് വിശ്വസിക്കുന്നവരും ഇല്ലാതില്ല. ഇതെല്ലാം കൂടെ പറഞ്ഞ് ഒരു കൂട്ടരെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽ ഡോക്ട്രിനിൽ നിൽക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. തിരുവചനത്തിൽ നിന്ന് പല കാര്യങ്ങളും ഊഹിക്കത്തക്കവണ്ണം തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മർമ്മം എന്ന് തന്നെ വിളിക്കുന്നത്. ആദിമപിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെയും പെന്തക്കോസ്റ്റൽസ് പഠിപ്പിക്കുന്ന ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽ ഡോക്ട്രിനിൽ നിൽക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. 1-ാം നൂറ്റാണ്ടിൽ തന്നെ യേശു വന്നിട്ട് പോയി എന്ന് പറയുന്നവർക്ക് ഏതാണ്ട് പൂച്ച മരത്തെ കയറിയതുപോലെ അള്ളിപ്പിടിക്കാൻ തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ ഒന്നിലാണ്, മാസങ്ങളിൽ അല്ലെ വർഷങ്ങളിൽ ഒന്നിലാണ് യേശു വന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ചർച്ചിൽ നിന്ന് ഒരു ദിവസം ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ലൈവ് സർവീസിൽ ഞാൻ യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പ്രസംഗിച്ച കാരണത്താൽ സൗദി അറേബ്യയിൽ നിന്നൊരു സ്നേഹിതൻ എന്നെ വിളിക്കുകയും, പാസ്റ്ററെ, നിങ്ങളോട് പറയുവാൻ ദൈവം പ്രത്യേക ഒരു ആലോചന എന്നെ ഏൽപ്പിച്ചു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നതും. ഇവിടുത്തെ മെസ്സേജ് കഴിഞ്ഞ് അരമണിക്കൂറിനകം ഞാൻ മടങ്ങിപ്പോകുന്ന വഴിയിലാണ് വിളിക്കുന്നത്. വിളിച്ചു പറഞ്ഞ്, ഈ വർഷം ഏപ്രിൽ മാസം ഇത്രാം തീയതി, ഇത് പറഞ്ഞിട്ട് 2 വർഷമായി കാണും, ഈ വർഷം ഏപ്രിൽ മാസം ഇത്രാം തീയതി യേശു വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളെ വിളിച്ചു പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദറെ, അറിവ് വളരെ നല്ലതാണെങ്കിലും പിതാവല്ലാതെ പുത്രൻ പോലും ആ സമയത്തെക്കുറിച്ച് അറിയുന്നില്ല എന്നാണ് ബൈബിളിൽ യേശു പറയുന്നത്. അതുകൊണ്ട് ബ്രദറിൻ്റെ പ്രസ്താവന തെറ്റിയെന്നാണ് എൻ്റെ തോന്നൽ. ബ്രദർ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കുന്നത് കൊള്ളാം. അദ്ദേഹത്തിനോട് പറഞ്ഞ മറുപടി അറിയാമോ? ഇത് പുത്രനല്ല പറഞ്ഞത്, പിതാവ് തന്നെ നേരിട്ട് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമ്മോട് സംസാരിക്കുന്നതെന്നുള്ള ആശയം പോലും അദ്ദേഹം ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞു. അങ്ങേരിവിടെ ഉണ്ടോ ചത്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പോയി കാണത്തില്ല എന്ന് ഉറപ്പാണ്. കാര്യം യേശു വന്നില്ലല്ലോ. അതിനുശേഷം ഒരാൾ വിളിച്ചു, യേശു വന്നേച്ചു പോയി എന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് പിണങ്ങിയുമാണ് ഞാനത് അംഗീകരിക്കാഞ്ഞതുകൊണ്ട്. ഞാൻ എങ്ങനെ അംഗീകരിക്കും? തിരുവചനം അതിനെ അനുകൂലിക്കാത്തിടത്തോളം കാലം അന്യഥ ഞാൻ എങ്ങനെ ഉപദേശിക്കും? യേശു ഒരിക്കലും വരികയില്ലെന്ന് പറയുന്നവർ ധാരാളമുണ്ട്. യേശു ഇപ്പം വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കേണ്ട കാര്യമില്ല, കാലങ്ങൾ ഒരുപാട് എടുക്കും. ഒരു ദിവസം ആത്മീയൻ എന്ന് പറയുന്ന ഒരാൾ ബാംഗ്ലൂർ പട്ടണത്തിൽ പ്രസംഗിച്ച ഒരു പദമുണ്ട്, യേശു ഇപ്പം വരുമെന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി ജനലിക്കൂടെ തല വെളിയിലോട്ടിട്ട് മേളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന മണ്ടന്മാർ വരെ പട്ടണത്തിലുണ്ടെന്ന്. അതെ, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, മൂഢന്മാർ. പക്ഷെ ഒരു യാഥാർത്ഥ്യം ഞാൻ തുറന്നു പറയാം, യേശു മടങ്ങി വരും. യേശുവിൻ്റെ മടങ്ങിവരവ് എന്നാണ് എനിക്കറിഞ്ഞുകൂടാ. അറിഞ്ഞിരുന്നെങ്കിൽ അതോർത്ത് തയ്യാറായേനെ. ഞാനത് അറിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ എപ്പോഴും തയ്യാറായിരിക്കുവാൻ യേശു എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിനായി ജനിച്ച്, ക്രിസ്തുവിനായി ജീവിച്ച്, ക്രിസ്തുവിനോടുകൂടെ മരിച്ച്, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട്, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിൽ ഇവിടെ നടന്ന ശേഷം ഇനിയും ചിലർ മരിക്കും. അവരെ കുറിച്ചാണ് ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ വീണ്ടും ജനനത്തെ ക്രിസ്തുവിൽ ജനനമെന്നാണ് വിളിക്കുന്നത്. വീണ്ടും ജനിച്ചവരായി. ഇന്ന് വീണ്ടും ജനനത്തെ തൊടാൻ ഒക്കത്തില്ല. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും യേശുവിനോട് ചേരുവാൻ വെള്ളത്തിൽ സ്നാനപ്പെട്ട് വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുവാൻ തീരുമാനിച്ച് പ്രായോഗിക ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരെയാണ് ക്രിസ്തുവിൽ ജനിച്ചവർ എന്ന് വിളിക്കുന്നത്, വീണ്ടും ജനിച്ചവർ എന്ന് വിളിക്കുന്നത്. വീണ്ടും ജനനത്തെക്കുറിച്ച് പഴയ നിയമത്തിൻ്റെ വേദശാസ്ത്രിയായിരുന്ന നിക്കോദിമോസിനോട് ഒരിക്കൽ യേശു പറഞ്ഞു, നീ പുതുതായി ജനിക്കണം.
അദ്ദേഹം പറഞ്ഞു, ഇത് മനസ്സിലാകുന്ന പദമല്ല, ഇതൊരു മർമ്മമാ. അതെനിക്കോദിമോസേ, ഇതൊരു മർമ്മമാണ്. ആ മർമ്മം വെളിപ്പെടുത്തേണ്ടതിനാണ് യേശു വന്നത്. പുതുതായി ജനിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നതിൽ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ആ പഴയ സ്വഭാവത്തെ വിട്ട് ക്രിസ്തീയ സ്വഭാവത്തിലേക്ക് വരിക, ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക, ക്രിസ്തുവിനായി ജീവിക്കുക, ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിറയുക, ആത്മാവിനാൽ മുദ്രയിടപ്പെടുക, ആത്മാവിൻ്റെ അഭിഷേകത്തോടെ നടക്കുക, ക്രിസ്തു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നിങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ശരീരത്തിൽ നിന്ന് വേർപെടും, അതിനെ മരണമെന്ന് നമ്മൾ വിളിക്കും. അങ്ങനെ ഒരുവൻ മരിച്ചാൽ ക്രിസ്തുവിൽ മരിച്ചവൻ എന്ന് നമ്മൾ അവനെക്കുറിച്ച് പറയും. പാപത്തിൽ, ജഡത്തിൽ, ലോകത്തിൽ മരിച്ചവനെന്നല്ല, ക്രിസ്തുവിനോടുകൂടെ നടന്ന് ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണത്. ഞാൻ അങ്ങനെ അങ്ങ് മാറിക്കോട്ടെ. യേശുക്രിസ്തുവിനോടുകൂടെ ജീവിക്കേണ്ടതിന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ നൊടി നേരത്തിനുള്ളിൽ കാഹളം ധ്വനിക്കുന്ന മാത്രയിൽ പെട്ടെന്ന് രൂപാന്തരപ്പെടുകയും നാം ഒരുമിച്ച് നിത്യതയിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ഇതാണ് യേശുക്രിസ്തു പഠിപ്പിച്ചതും പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നതുമായ ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽ ടീച്ചിങ് എന്നൊന്നുകൂടെ ആവർത്തിച്ച് പറയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 22:12 യേശു പറയുന്ന ഒരു പ്രസ്താവന ശ്രദ്ധിക്കാം. വെളിപ്പാട് പുസ്തകം 1:7 യോഹന്നാന്റെ പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചു. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ അത് പറഞ്ഞെങ്കിൽ 22-ാമത്തെ അധ്യായത്തിൽ, അവസാനത്തെ അധ്യായത്തിൽ യേശു എന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകം 22:12 ദയവായി വായിച്ചാലും. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു, യേശുവിൻ്റെ പ്രസ്താവനയാണ്. ഞാൻ ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ദ ക്ലൗഡ് ഓഫ് ഹിസ് റിട്ടേൺ, മടങ്ങിവരവിൻ്റെ മേഘം. മേഘത്തിൽ വെളിപ്പെടുമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഇതാ ഞാൻ വേഗത്തിൽ വരുവാൻ പോകുകയാണ്. രഹസ്യമായിട്ടാണ് വരുന്നത്, മേഘത്തിലാണ് വരുന്നത്, പരസ്യമായിട്ടാണ് വരുന്നത്, പ്രതിഫലം തരാനാണ് വരുന്നത്, കള്ളം വരുന്നത് പോലെയാണ് വരുന്നത് എന്നിങ്ങനെ അനേക പ്രസ്താവനകൾ ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു മർമ്മമാണെങ്കിലും ഈ മർമ്മത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങിയാൽ അല്പസ്വല്പം വിശദീകരണങ്ങൾ നമുക്കിവിടെ ഉണ്ടായിരിക്കും. യേശുവിൻ്റെ ഈ പറയുന്ന മേഘാരൂഢനായി വെളിപ്പെടുന്ന മേഘപ്രത്യക്ഷതയുടെ ഏതാണ്ട് 7 വർഷങ്ങൾക്ക് മുന്നമേ നടക്കേണ്ട ഒരു രഹസ്യവരവുണ്ട്. ഞാൻ അവിടെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ചാണ് 1 തെസ്സലോനിക്കർ 4:16-17 പറയുന്നത്. കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഒന്നുകൂടെ ആവർത്തിക്കാം. യേശുവിൻ്റെ മേഘാരൂഢനായ വരവിനെക്കുറിച്ച്, മേഘാരൂഢനായി വരുന്ന വരവിനെക്കുറിച്ച്, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും കാണുന്ന ആ വരവിനെക്കുറിച്ചാണ് ലക്ഷണങ്ങൾ ബൈബിളിൽ പറയുന്നത്. എന്നാൽ ആ സംഭവം നടക്കുന്നതിന് ഒരു 7 വർഷം മുമ്പേ രഹസ്യമായ വേറൊരു വരവ് നടന്നിരിക്കുമെന്ന് പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നു. ക്രിസ്തീയ സഭ കാലങ്ങളായി വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു. എന്നോട് അഭിപ്രായ വ്യത്യാസമുള്ളവർ ധാരാളമുണ്ട്. എനിക്ക് അവരോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അവരുടെ വിശ്വാസം മാറ്റാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. തിരുവചനത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം അവതരിപ്പിക്കുവാൻ മാത്രം എനിക്ക് കഴിയും. അതുമാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സാധാരണ പറയാറുള്ളതുപോലെ വേറൊരാളിനെ കൊണ്ട് വിശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് ആരുടെയൊന്നും കൃപയാൽ നമ്മൾ അഡ്വാൻസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് അഡ്വാൻസ് വാങ്ങിച്ചു പോയിരുന്നെങ്കിൽ വിശ്വസിപ്പിച്ചേ പറ്റൂന്ന് പറയാം. അങ്ങനെയൊന്നും ആരുടെയൊന്നും അഡ്വാൻസ് വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന യാഥാർത്ഥ്യം തുറന്നു പറയുവാൻ കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം സകല മീഡിയകളും ഞങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രഹസ്യവരവിനെ തുടർന്ന് ചില കാര്യങ്ങൾ നടക്കുന്നത് ഞാനൊന്ന് തൊട്ടോട്ടെ. പരസ്യവരവിൻ്റെ ലക്ഷണങ്ങളാണ് ഭൂമിയിൽ കാണുന്നത്. രഹസ്യവരവിന് ഒരു ലക്ഷണവും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഐ വാണ്ട് ടു റിപ്പീറ്റ് അഗെയിൻ. പരസ്യവരവിൻ്റെ ലക്ഷണങ്ങൾ മാത്രമേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. രഹസ്യവരവിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ആ പരസ്യവരവ് നടക്കുന്നതിന് ഏറെക്കുറെ 7 വർഷങ്ങൾക്ക് മുന്നമേ ഒരു രഹസ്യവരവുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ രഹസ്യവരവിനെ കുറിച്ച് ലക്ഷണമില്ല. പരസ്യവരവിൻ്റെ ചില ലക്ഷണങ്ങൾ തൊടട്ടെ. 1, ബ്ലഡ് മൂണുകൾ മുതലായി
അനേക കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് മൂണുകൾ മുതലായി ബ്ലഡ് മൂണുകളെ കുറിച്ച് സമയമെടുത്ത് വിശദമായി ഞാനിവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അത് മനസ്സിലാകാത്ത കുറേ പേർ, അംഗീകരിക്കാത്തവരുണ്ട്. അവരും ദൈവവും കൂടെ തീർക്കട്ടെ. മനസ്സിലായവർ അത് പറയുന്നത് അംഗീകരിക്കുക, മനസ്സിലായവർ മാത്രം അത് അംഗീകരിക്കുക. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിവുള്ളവർ മാത്രം തങ്ങളുടെ ഹൃദയബുദ്ധി തുറക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ബ്ലഡ് മൂണുകൾ അതിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ന് കാണുന്ന വൺ വേൾഡ് ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള വിളി നിശ്ചയമായും അതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഞാൻ ആ വൺ വേൾഡ് മൂവ്മെൻറ്റിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനത് ഒന്നുകൂടെ തൊടുമായിരിക്കും. ഇന്ന് പല കടകളുടെ മുൻപിൽ ചെല്ലുമ്പോഴും ബാങ്കുകളുടെ മുൻപിൽ ചെല്ലുമ്പോഴും ഒരു ബോർഡ് എഴുതി വച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നോ മാസ്ക് നോ എൻട്രി. നോ മാസ്ക് നോ എൻട്രി. ഒരു സ്നേഹിതൻ എന്നോട് കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞു, അത് നാളത്തേക്കൊന്ന് മാറും. നോ ചിപ്പ് നോ എൻട്രി എന്നോ നോ മാർക്ക് നോ എൻട്രി എന്നോ ആയിരിക്കാം. നോ വാക്സിൻ നോ എൻട്രി എന്ന് പറയുന്നത് ഇന്നേ തുടങ്ങിക്കഴിഞ്ഞു. വാക്സിൻ സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ആ വാക്സിൻ വന്നാൽ എല്ലാവരും എടുത്തിരിക്കണമെന്ന് ഗവൺമെൻറ്റുകൾ നിയമം പാസാക്കി. പക്ഷേ ഈ ഗവൺമെൻറ്റുകൾ ഉടലെടുക്കുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുന്നമേ ദൈവത്തിൻ്റെ തിരുവചനം വിളിച്ചു പറഞ്ഞു. ഒരു ചിപ്പ്, ആ കൂട്ടത്തിൽ 666 എന്നുള്ളൊരു നമ്പർ, ചിപ്പെന്നൊക്കെ ഞാനതിനെ വിളിക്കുക. ഞാൻ ഈ വേദപുസ്തകത്തിലെ പല പ്രവചനങ്ങളുടെ നിവർത്തീകരണങ്ങളെ കുറിക്കുന്ന ഒരു സൂചന ഒരു പ്രാവശ്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിലെ ഏതു പ്രവചനത്തിനും ഒന്നിലധികം നിവർത്തീകരണങ്ങളുണ്ട്. അങ്ങനെ പല നിവർത്തീകരണങ്ങൾ ഉള്ളതിനാൽ, ഭാഗിക നിവർത്തീകരണങ്ങൾ പലതും നടന്നതിനാൽ പലരും പല പ്രവചനങ്ങൾ പറഞ്ഞിരുന്നത് തെറ്റിയതല്ല, ഭാഗികമായി നിറവേറിയതാണ്. അത് ആ പ്രവചനത്തെ വിശദീകരിച്ച ആളിന് അറിയാൻ വയ്യാതെ പോയതുകൊണ്ട് അദ്ദേഹം അത്രയും വ്യക്തമാക്കി കാണത്തില്ല. അത് AD 1-ാം നൂറ്റാണ്ടിൽ നടന്നു കഴിഞ്ഞു, 666 അന്ന് വന്നു എന്ന് പറയുന്നവരുണ്ട്. വന്നു. റോമിലെ പോപ്പിൽ അത് നിവൃത്തിയാകും. കാര്യം അത് അദ്ദേഹത്തിൽ ആ 666 നമ്പർ ഉണ്ടെന്ന് പറയുന്നു. സത്യം ആന്നു. അതും ഒരു നിവർത്തീകരണം തന്നെയാണ്. നീറോ കൈസറിൽ അത് നിറവേറി. അദ്ദേഹത്തിന് 666 നമ്പർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പരമസത്യമാണേ, അതും ഒരു ഭാഗിക നിവർത്തീകരണമാണ്. ഹിറ്റ്ലറിൽ അത് നിറവേറി. അദ്ദേഹത്തിന് 666 സംഖ്യയുണ്ടെന്ന് പറയുന്നു. ഉണ്ടായിരിക്കാം, അദ്ദേഹത്തിലും നിറവായി കണ്ടേക്കാം. പക്ഷേ ഇതിനേക്കാൾ ഒക്കെയും വ്യക്തമായ 666 സംഖ്യ ഒത്തുവരുന്ന ഒന്നാണ്. ഭാവിയിൽ എൻ്റെയും നിങ്ങളുടെയും കൈമേലോ നെറ്റിമേലോ വെക്കുവാനുള്ളതായ ആ സീല് എന്ന് മറക്കരുത്. ആ 666 ചിപ്പ് മറക്കരുത്. വിശദമായ വിശദീകരണങ്ങൾ, വളരെ ടെക്നിക്കൽ ലാംഗ്വേജിൽ ശാസ്ത്രീയ വിശദീകരണങ്ങൾ സഹിതം ഇവിടെ എടുത്തു കാണിക്കുവാൻ ദൈവം തന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ചിപ്പിൻ്റെ പേറ്റന്റ് നമ്പറുകൾ മുതൽ പലതും ഇവിടെ ചിത്രീകരിച്ച് പരസ്യമായി കാണിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ലോകമെമ്പാടുമായി ഒരു വൺ വേൾഡ് ഗവൺമെൻറ്റിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുക്കം, ഒരു വൺ വേൾഡ് ഗവൺമെൻറ്, വൺ വേൾഡ് റിലിജിയൻ, വൺ വേൾഡ് കറൻസി മുതലായ പലതും ഒരുമിച്ച് വരേണ്ടതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഒരുക്കം ആ യേശുവിൻ്റെ പരസ്യ പ്രത്യക്ഷതയുടെ അടയാളത്തിൽ ഒന്നായി കാണാം. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ആ പരസ്യ വരവിന് ഒരു 7 വർഷങ്ങൾക്ക് മുന്നമേയാണ് രഹസ്യവരവ് നടക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. ആ രഹസ്യവരവിൽ ഒരു കൂട്ടം ആളുകൾ ഈ ഭൂമിയിൽ കൈവിടപ്പെടും. ആത്മീയരെന്ന് നനച്ചവരിൽ ചിലർ, ഭക്തന്മാരെന്ന് നനച്ചവരിൽ ചിലർ അന്ന് കൈവിടപ്പെട്ടു പോകുമെന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. യേശു തന്നെ ഇങ്ങനെ പറഞ്ഞു. 10 കന്യകമാർ മണവാളനെ എതിരേൽക്കേണ്ടതിനായി വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ടു. 10 പേരുടെയും വിളക്കിൽ എണ്ണയുണ്ടായിരുന്നതിനാൽ 10 പേരുടെയും വിളക്കുകൾ ശോഭിച്ചു. ഒരു സ്ഥലത്തെത്തി എല്ലാവരും നിദ്ര കൊണ്ടു ഒരുപോലെ ഉറങ്ങി എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും മരിച്ചു എന്ന് ഒരു ആത്മീയ അർത്ഥമുണ്ട്. അവരെല്ലാവരും മരിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ, അർദ്ധരാത്രിയായപ്പോൾ മണവാളൻ വരുന്നു. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്നൊരു ശബ്ദമുണ്ടായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിലെ ചരിത്രമുണ്ട്, ഇന്ന് വായിക്കുന്നില്ല. എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. പക്ഷേ എല്ലാവർക്കും വിളക്കും
എല്ലാവർക്കും വിളക്കിൽ എണ്ണയും ഉണ്ടായിരുന്നെങ്കിലും ബുദ്ധിയുള്ളവർക്ക് മാത്രം വിളക്കോടുകൂടെ പാത്രത്തിലും എണ്ണ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നത് തൊടാൻ എനിക്കൊക്കത്തില്ല, നേരത്തെ വിശദീകരിച്ചതാണ്. അവിടെ പാത്രമെന്ന് പറയുന്നത് ഈ മൺപാത്രത്തെ കുറിക്കുന്നതാണ്. ആത്മാവിൽ മാത്രം എണ്ണയുണ്ടായിരുന്നവർ കൃപാവരങ്ങൾ ശോഭിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവരുടെ മൺപാത്രങ്ങളിൽ ആ എണ്ണയുടെ രുചി പിടിക്കാതെ, ആ എണ്ണയുടെ മണം പിടിക്കാതെ മൺപാത്രം പഴയ ഗന്ധത്തിൽ തന്നെ കിടന്നിരുന്നു എന്നതിനാൽ അവർക്ക് പാത്രങ്ങളിൽ എണ്ണയില്ലായിരുന്നു എന്ന് വ്യക്തമാണ്. ഈ ഞാൻ പറയാതെ വിട്ടുപോയാൽ തെറ്റായി പോകത്തില്ലേ? ഒരിക്കൽ സിസ്റ്റർ മേരി കോവൂർ ഈ ചർച്ചിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരു ഉപമ എൻ്റെ ഓർമ്മയിലുണ്ട്. വിലയേറിയ ഒരല്പം അത്തർ ആരോ തനിക്ക് ഗിഫ്റ്റായി കൊടുത്തത് ആ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ മക്കളും ഭാര്യയും ഭർത്താവുമായി അവര് അത്തറിൻ്റെ കുപ്പിയെടുത്ത് മണപ്പിക്കുകയും അതിൻ്റെ ഭംഗി കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്ത കൂട്ടത്തിൽ ആ കുപ്പി താഴെ വീണു പൊട്ടി. അതിനകത്തെ തൈലം അതുവഴി ഒഴുകുന്നു. വീട് മുഴുവനും വാസന കൊണ്ട് നിറഞ്ഞു. പെട്ടെന്ന് തൈലം രക്ഷിക്കേണ്ടതിന് വേണ്ടി സിസ്റ്റർ കോവൂർ ഒരു കാര്യം ചെയ്തു. കൊച്ചമ്മയുടെ വാ കൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞതാണ്. ഒരു കാര്യം ചെയ്തു. ഒരു ഫ്ലവർ വാസിനകത്ത് ചൈനീസ് ക്ലേ, വെളുത്ത നിറമുള്ള ആ പാത്രത്തിനകത്ത് ഉണ്ടായിരുന്ന ഫ്ലവേഴ്സ് പെട്ടെന്ന് വലിച്ചെടുത്ത് വെളിയിലോട്ട് കളഞ്ഞേച്ച് തേണ്ട ആ തറയിൽ വീണ ആ തൈലത്തിൽ കൈ തുടച്ച് ഈ പാത്രത്തിൻ്റെ അകത്തോട്ട് അതിനെ ഒഴിച്ചെടുത്തു. അങ്ങനെയാണ് തൈലമോ എണ്ണയോ താഴെ പോയാൽ ആളുകൾ അതിനെ സേവ് ചെയ്യാനായി ശ്രമിക്കുന്നത്. കൊച്ചമ്മ പറഞ്ഞു, കുറച്ച് സമയം കഴിഞ്ഞ് ഒരു കുപ്പിയൊക്കെ കഴുകിക്കൊണ്ട് വന്ന് ഈ തൈലം ആ കുപ്പിയിലേക്ക് മാറ്റാമെന്ന് ഓർത്തു. കാര്യം ഭയങ്കര വാസനയുള്ള അത്തറായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോഴാണ് കാണുന്നത് ആ ഒഴിച്ചു വെച്ച പാത്രത്തിൽ തൈലമില്ല. എങ്ങോട്ട് പോയി തൈലം? മൺപാത്രത്തിനകത്തേക്ക് തൈലം വീണത് ആ മൺപാത്രം അങ്ങ് അബ്സോർവ് ചെയ്തു. കൊച്ചമ്മ പറഞ്ഞത്, വർഷങ്ങൾ കഴിഞ്ഞിട്ടും, പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും, ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ ഫ്ലവർ വാസിന് അത്തറിൻ്റെ വാസനയുണ്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ മൺശരീരത്തിലേക്ക് ഇറങ്ങിയാൽ, ആത്മാവിൻ്റെ സ്വഭാവം എന്നിലേക്ക് പകർന്നാൽ എൻ്റെ ഭാഷാ ശൈലി മാറും, എൻ്റെ എഴുത്തിൻ്റെ ശൈലി മാറും, എൻ്റെ നോട്ടത്തിൻ്റെ ശൈലി മാറും, എൻ്റെ ജീവിത ശൈലി മാറും. ഞാൻ ഒരു ആത്മീയനായി മാറും. ഒരു ജഡീകനായി ഞാൻ കാണപ്പെടുകയില്ല. ഒരു ജഡീകനായി ഞാൻ കാണപ്പെടുകയില്ല. ശ്രേഷ്ഠനായിരുന്ന ഒരു ദൈവഭൃത്യൻ ഒരിക്കൽ പറഞ്ഞ ഒരു പദം എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, തന്നോട് വേറൊരാൾ പറയുന്നത്, താൻ എന്നോട് പറഞ്ഞത് അദ്ദേഹം, ഞാൻ വ്യക്തമായി ഓർക്കുന്നുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു ദൈവദൂതൻ മനുഷ്യവേഷത്തിൽ ഇറങ്ങി തന്നോട് സംസാരിച്ചെന്നാണ്. ഒരു ദൈവദൂതൻ മനുഷ്യവേഷത്തിൽ ഇറങ്ങി തന്നോട് സംസാരിച്ചെന്ന് തന്നെയാണ് താൻ എന്നോട് പറഞ്ഞത്. മോനെ, നിന്റെ പ്രസംഗം കേട്ടിട്ട് വളരെ ആത്മീകമായിരുന്നെങ്കിലും നിന്റെ ആളത്വം കണ്ടിട്ട്, നിന്റെ ഉടുപ്പും നടപ്പും നിന്റെ മുടിയും നിന്റെ മീശയും നിന്റെ ആളത്വം കണ്ടിട്ട്, നിന്റെ വ്യക്തിത്വം കണ്ടിട്ട് ഒരാത്മീയനായിട്ട് നിന്നെ കാണാനില്ലല്ലോടാ. നിന്റെ പ്രസംഗം കേട്ടിട്ട് ആത്മീയമാണെങ്കിലും നീ ആളൊരാത്മീയനാണെന്ന് നിന്നെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോടാ. തേണ്ടേ, ആ പാത്രത്തിൽ എണ്ണയില്ലാതെ പോയ 10 കന്യകമാരുടെ ചരിത്രം ഞാനിവിടെ ഓർക്കുകയാണ്. 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു. വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണ ഉണ്ടായിരുന്നു. 5 പേർ ബുദ്ധിഹീനരായിരുന്നു. അവർക്ക് വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൃപാവരങ്ങൾ ജ്വലിപ്പിച്ചെങ്കിലും പാത്രത്തിൽ എണ്ണയില്ലായിരുന്നു. തേണ്ട, ഒരുങ്ങിയിരുന്നവർ മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിച്ചു. ഒരുങ്ങാഞ്ഞവർ അല്പം കഴിഞ്ഞു വന്നു. ഒരുങ്ങാഞ്ഞവർ പിന്നത്തേതിൽ വരുമ്പോൾ അവരോട് യേശു പറയുന്ന ഒരു മറുപടിയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, എന്നെ വിട്ടു പോ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. യേശു പറഞ്ഞു. യേശുവിൻ്റെ ന്യായവിധിയുടെ സമയത്ത് ചില ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, തെരുക്കളിൽ പഠിപ്പിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി. യേശു അവരോട് തിരിച്ചു പറയുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ, ആൻറ്റി നോമിയൻസ്, ന്യായപ്രമാണം അനുസരിക്കാത്തവരെ, ന്യായപ്രമാണ ലംഘികളെ എന്നെ വിട്ടുപോ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്നാണ്. യേശുവിൻ്റെ മടങ്ങിവരവിൽ ഒരു കൂട്ടം ആളുകൾ ഉപേക്ഷിക്കപ്പെടും. ഭക്തന്മാരെന്ന് വിശ്വസിക്കപ്പെടുന്നതിൽ ഒരു വിഭാഗം ആളുകൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഇന്നത്തെ സന്ദേശം അന്നും നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കളയല്ലേ. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഇവിടെ തുടങ്ങുമ്പോൾ നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. ദയവായി വെച്ചേക്കണം. ബാക്കിയുള്ളവർ സംഭരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്കും ഒരു ചാൻസ് വീണ്ടും ഉണ്ട്. മഹോദ്രവകാല വിശുദ്ധന്മാർ എന്ന പേരിൽ അതിൽ ചിലർ രക്ഷപ്പെട്ടു വരും. അവരേറിയ ഏറിയ ഏറിയ വില കൊടുത്ത് രക്ഷപ്പെടത്തുള്ളൂ.
666 എന്ന മുദ്ര, ആ സംഖ്യ മുദ്ര ഏൽക്കാത്തവൻ, വലിയ പീഡനത്തിലൂടെ കടന്നുപോയോ, ദൈവത്തിൻ്റെ മഹാകരുണയാൽ വലിയ പീഡനങ്ങളിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടവരോ, പലരും അന്ന് യേശുവിൻ്റെ നാമനിമിത്തം തലച്ഛേദിക്കപ്പെട്ടവരും വൻപീഡകൾ സഹിച്ചവരുമായി, പക്ഷേ എതിർക്രിസ്തുവിൻ്റെ മുദ്രയേൽക്കാതെ ഇവിടെ രക്ഷ പ്രാപിച്ചവരുണ്ട്. അവരെ മഹോദ്രവകാല വിശുദ്ധന്മാരെന്ന് വിളിക്കും. അവർക്ക് വേറൊരവസരം ഉണ്ടായിരിക്കും. യേശുവിൻ്റെ ഒന്നാമത്തെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോയാൽ അവർക്ക് മാത്രം പ്രയോജനപ്പെടേണ്ടതിനാണ് ഞാൻ ആ ഒരു കാര്യം എടുത്തു പറയുന്നത്. ട്രിബുലേഷൻ സെയിൻസ് എന്നവരെ പൊതുവെ ഇംഗ്ലീഷിൽ വിളിക്കാറുണ്ട്. മഹോദ്രവകാല വിശുദ്ധന്മാർ എന്നവരെ മലയാളത്തിൽ വിളിക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. അഥവാ അത് കഴിയുന്നില്ലെങ്കിൽ മഹോദ്രവത്തിൽ പീഡ അനുഭവിക്കാൻ ഒരുങ്ങുക. രണ്ടിലൊന്നിന് ഒരുങ്ങിയേ മതിയാകും. ഞാൻ രണ്ടിനും പ്രപ്പേടാന്നാരും പറയല്ലേ. നോ, യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ ഒരു പ്രാവശ്യം കൂടി ആഹ്വാനം ചെയ്യട്ടെ. വരവിൽ ഒരു കൂട്ടം വിശുദ്ധന്മാർ എടുക്കപ്പെടും. കറാചുളുക്കം, വാട്ടം, മാലിന്യമേ ഒന്നുമില്ലാത്തവരായി കർത്താവിന് വേണ്ടി നോക്കി നിൽക്കുന്ന ഒരു വിശുദ്ധ മണവാട്ടി ഇവിടെ നിന്ന് മാറ്റപ്പെടും. ഞാൻ അവരുടെ ഭാഗം പിന്നെ വായിച്ചോളാം. എഫെസ് ലേഖനം 5:27 ശുദ്ധയും നിഷ്കളങ്കയുമായ ദൈവസഭയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് കാണുവാൻ കഴിയും. 2 കൊരിന്ത്യർ 11:2 നിർമ്മല കന്യക എന്നവരെ വിളിക്കുന്നത് കാണുവാൻ കഴിയും. അവർ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടും. ദൈവസന്നിധിയിലേക്ക് അവർ മാത്രമല്ല, അവരോടുകൂടെ വേറെ ചിലർ സെക്കൻഡ് ലെവലിലും തേർഡ് ലെവലിലും പെടുന്നവരെടുക്കപ്പെടും. വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് യേശു പറയുന്ന പ്രസ്താവന കാണാം. വെളിപ്പാട് 22:12 നമ്മൾ വായിച്ചതാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ കയ്യിലുണ്ട്. എനിക്കും നിങ്ങൾക്കും അറിയാം, എല്ലാവരുടെയും പ്രവൃത്തി ഒരുപോലെയല്ല. അല്ല, 2 വ്യക്തികളുടെ പ്രവൃത്തികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. 100-ൽ നിന്ന് മാർക്കിടുന്ന ഇടത്ത് 50 വിദ്യാർത്ഥികൾ എഴുതിയാൽ ഒരുത്തന് 100 മാർക്ക് കിട്ടിയെന്നിരിക്കും, വേറൊരുത്തന് 95 കിട്ടിയെന്നിരിക്കും, ഒരുത്തന് 99.5 കിട്ടിയെന്നിരിക്കും, ഒരുത്തന് 99 കിട്ടിയെന്നിരിക്കും. പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ 1000 കോടാനുകോടി പ്രതിഫലങ്ങളുമായി മടങ്ങി വരുന്നവനായ കർത്താവ് 1-ാം സമ്മാനവും 2-ാം സമ്മാനവും കൊണ്ട് സാധാരണ സമ്മാനങ്ങൾ നിർത്തുമ്പോൾ 8ഉം 10ഉം 20ഉം സമ്മാനങ്ങൾ കൊടുക്കുന്ന ചില സൺഡേ സ്കൂളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാം വാല്യൂവിൽ വ്യത്യാസമുള്ള, വിലയിൽ വ്യത്യാസമുള്ള വസ്തുക്കളായിരിക്കും കൊടുക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ മടങ്ങിവരവിൽ ലക്ഷോപലക്ഷം വ്യക്തികൾക്ക് പ്രവൃത്തികൾ തമ്മിൽ വ്യത്യാസമുള്ളതാകയാൽ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കൊടുക്കേണ്ടതിന് പ്രതിഫലവുമായി വരുന്നവനായ എൻ്റെ കർത്താവ് തൻ്റെ സഭയെ, മണവാട്ടിയെ മാത്രമല്ല അതിൻ്റെ താഴത്തെ ഗ്രേഡിലുള്ള ചിലതിനെയും കൂടെ സ്വർഗത്തിലേക്ക് എടുത്തിരിക്കും നിശ്ചയം. 45-ാം സങ്കീർത്തനം വ്യക്തമാക്കുന്നത്, അല്ലയോ കുമാരി, നോക്ക്, കേൾക്ക, ചെവി ചായ്ക്ക്, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക്, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. കേവലം പട്ടമഹർഷി മാത്രമല്ല, നിന്റെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്നോടുകൂടെ രാജസന്നിധിയിൽ പ്രവേശിപ്പിക്കും. 45-ാം സങ്കീർത്തനം തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും രാജസന്നിധിയിൽ പ്രവേശിപ്പിക്കും. എനിക്കൊരു ഉന്നതമായ സ്ഥാനമില്ലെങ്കിലും എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി എന്ന് പറയുന്ന ദൈവപൈതലേ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഉന്നതമായ സ്ഥാനം തരുവാൻ യേശു തയ്യാറായിരിക്കെ വൈ ഡു വാണ്ട് ടു സെറ്റിൽ ഫോർ ദ സെക്കൻഡ് കാറ്റഗറി? സെക്കൻഡ് കാറ്റഗറിക്ക് എന്തിന് സെറ്റിൽ ചെയ്യണം? ഉന്നതമായതിനു വേണ്ടി സെറ്റിൽ ചെയ്യുക. യേശുവിൻ്റെ മടങ്ങിവരവിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കുവാനായി ശ്രമിക്കുവാൻ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് യേശുവിൻ്റെ മടങ്ങിവരവ് നടന്നാൽ നാം എടുക്കപ്പെടുമോ? കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ച ദൈവജനം അക്ഷയരായി ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ നൊടിയിടയിൽ രൂപാന്തരം പ്രാപിക്കും. അത് പഴയ കാലത്തെ കണക്കാ കേട്ടോ. നൊടിയുടെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ
വേദപുസ്തകം എഴുതിയിട്ട് 10,000-2000 വർഷം അടുക്കുന്നു. ആ കാലഘട്ടങ്ങളിലെ കണക്കുകളാണ്. ഇത്ര മൈക്രോ സെക്കൻഡ് എന്നോ ഇത്ര പീക്കോ സെക്കൻഡ് എന്നോ ഒന്നും അളക്കുവാൻ അന്നൊക്കത്തില്ല. അന്നത്തെ അളവിന് ഒത്തവണ്ണമുള്ള ഒരളവാണ് പറഞ്ഞത്. ഇന്ന് അത് ഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാകും. മരിച്ചവർ നൊടിയിടയിൽ, കണ്ണുമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. അവനവൻ ഈ മണ്ണിലിരുന്ന് ചെയ്ത പ്രവൃത്തികൾക്ക് തക്കവണ്ണം ഒരു ശരീരം അവർക്ക് ലഭിക്കും. ചിലർ സൂര്യനെ പോലെ പ്രകാശിക്കും, ചിലർ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കും. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുള്ളതുപോലെ ഉയർത്തെഴുന്നേറ്റ ശരീരങ്ങൾക്കും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും എന്നിങ്ങനെ തിരുവചനം ഗൗരവമായി പഠിപ്പിക്കുകയാണ്. നാം ഒരുമിച്ച് ആകാശങ്ങളിൽ എടുക്കപ്പെടും. കർത്താവ് തൻ ഗംഭീരനാദത്തോടുകൂടെ വരും. തൻ്റെ ഗംഭീരനാദം മരിച്ചവരെ ഉയർപ്പിക്കേണ്ടതിനാണ്. ലാസറിൻ്റെ കല്ലറയ്ക്കൽ വെച്ച് ഗംഭീരനാദം ധ്വനിപ്പിച്ച് ലാസറേ ഉയർത്തെഴുന്നേൽക്കുക എന്ന് കൽപ്പിച്ചവൻ തൻ്റെ ഗംഭീരനാദം മുഴക്കുന്നത് എൻ്റെ ഭക്തന്മാരെ എന്നായിരിക്കും. അന്ന് ഒരു കൂട്ടർ ഉയർത്തെഴുന്നേൽക്കും, വേറൊരു കൂട്ടർ രൂപാന്തരപ്പെടും. നാം ഒരുമിച്ച് മേഘങ്ങളിൽ യേശുവിനെ എതിരേൽക്കുവാൻ ആകാശത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഓർമ്മിപ്പിക്കട്ടെ. സ്വർഗത്തിൽ നാം എത്തിയാൽ, അല്ലെങ്കിൽ മധ്യാകാശത്തിൽ, അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ ഒരു കൂട്ടം കന്യകമാർ മണവാളനെ എതിരേൽക്കേണ്ടതിന് അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്നും പുറപ്പെട്ടു. മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെടുവീനെന്ന് പറഞ്ഞു. കാര്യം മണവാളൻ ഇങ്ങ് അടുത്തു, മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ. മണവാളൻ തൻ്റെ സ്ഥലത്തു നിന്ന് മണവാട്ടിയുടെ അടുക്കലേക്കും മണവാട്ടി തൻ്റെ ഇടത്തു നിന്ന് മണവാളൻ്റെ അടുക്കലേക്കും വരികയും ഒരു പൊതുസ്ഥലത്ത് വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടുകയും ചെയ്യുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം പറയുന്നത്. ഇസഹാക്കിൻ്റെ വിവാഹത്തിന് വേണ്ടി കൊണ്ടുവന്ന കന്യകയെ ഇസഹാക്ക് കാണുന്നതും വെളിമ്പ്രദേശത്ത് വെച്ചായിരുന്നു എന്നത് മറ്റൊരു സൂചനയായി എടുത്തു പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അത്രമാത്രം. ആകയാൽ മണവാട്ടിയുടെ ഭവനമായ ഭൂമിയിലോ മണവാളൻ്റെ ഭവനമായ സ്വർഗത്തിലോ അല്ല, ഇതിനിടയിൽ എവിടെയോ ആയിരിക്കും കണ്ടുമുട്ടുന്നതെന്ന് ന്യായമായൊരു ധാരണയുള്ളതിനാൽ ആകാശമധ്യ എവിടെയോ മധ്യാകാശത്തിൽ എന്ന് അതിനെ സഭാപിതാക്കന്മാർ വിളിച്ചു വന്നു. ആ വാക്കുകൊണ്ട് ഞാനും നിർത്തട്ടെ. ചിലർ പറയുന്നത് അത് സ്വർഗത്തിൽ വെച്ച് തന്നെയാണെന്ന. സ്വർഗമെന്ന് പറയുന്നതിന് വലിയൊരർത്ഥമാണ്. സ്വർഗമെന്ന് പറയുന്നത് വലിയൊരു സ്പേസാണ്. അങ്ങോട്ട് പോകുന്നില്ല, എവിടെ വെച്ചോ അവർ തമ്മിൽ കണ്ടുമുട്ടും. തുടർന്ന് മധ്യാകാശത്തിൽ നടക്കുന്ന ഒന്നാമത്തെ കാര്യം സ്ഥാനനിർണയമാണ്. അവനവൻ്റെ സ്ഥാനങ്ങൾ നിർണയിച്ചു കൊടുക്കും. നമുക്ക് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ദയവായി വായിക്കാമോ? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ദയവായി വായിക്കാമോ? അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഒന്ന്, നാം ക്രിസ്തുവിൻ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടണം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്, എൻ്റെ മരണാനന്തര ശേഷക്രിയകളിൽ നടന്നതിന് ഒത്തവണ്ണം പ്രാപിക്കേണ്ടതിനല്ല. ഞാൻ ഈ മണ്ണിൽ നിന്ന് പോയ ശേഷം വേറൊരാൾ എനിക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാപിക്കേണ്ടതിനല്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കണം എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ചേർന്ന് റോമാലേഖനം 14-ാം അധ്യായം 10-ാമത്തെ വാക്യം കൂടെ വായിക്കാമോ? റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? വായിച്ചു. അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. നാം ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. വിധിക്കുന്നത് അവനാണ്, അവിടെ വെച്ചാണ്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. എവിടെയാണ് ക്രിസ്തുവിന്റെ ന്യായാസനം നടക്കുന്നത്? മധ്യാകാശത്തിലെന്നോ സ്വർഗത്തിലെന്നോ 2 ആശയങ്ങളുണ്ട്. അവിടെ വെച്ചായിരിക്കും ക്രിസ്തുവിന്റെ ന്യായാസനം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണമാണ് പ്രാപിക്കേണ്ടത്. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ദയവായി ഇവിടെ പ്രസക്തമാകയാൽ ഒന്ന് വായിക്കാമോ?
1 കൊരിന്ത്യർ 3-ാം-അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വളരെ പ്രസക്തമാണ്. ദയവായി വായിക്കാമോ? യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തെ കുറിച്ച് വിശുദ്ധ പൗലോസ് തരുന്നതായി ഒരു വിശദീകരണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അവിടെ യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്ന പണി നിലനിൽക്കും. അല്ലാത്ത യാതൊരു പണിയും ശോധനയ്ക്ക് വേണ്ടി വരുന്നതല്ല. ഞാൻ ഒരുപാട് പ്രാവശ്യങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനായി താല്പര്യപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനമെന്ന പ്രമാണം, ഈ തിരുവചനത്തിൻ്റെ പ്രമാണമാണ് യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമെന്ന് ആദ്യമായി ഓർമ്മിപ്പിക്കട്ടെ. ഈ അടിസ്ഥാനത്തിൻ്റെ മേൽ, ഈ വ്യവസ്ഥയുടെ മേൽ ആരെങ്കിലും ഒരാൾ പണിയുന്നെങ്കിൽ അവൻ്റെ പണി നിലനിൽക്കും. ഒരു സഭയിൽ പണ്ടൊരിക്കൽ ശക്തനായ ഒരു ദൈവദാസൻ പോയി സ്നാനപ്പെട്ടു. ഞാൻ പേരൊക്കെ പറയുന്നതിൽ തെറ്റില്ലായിരിക്കാം. ഇന്നത്തെ തലമുറയിൽ ആർക്കും പ്രയാസം വരരുതേ എന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും പ്രയാസം വരുന്നെങ്കിൽ തുടർന്നുള്ള ചില ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കാതെ വിട്ടേക്ക്, എന്നോട് ക്ഷമിക്കുകയും ചെയ്യുക. ഇല്ല, ഞാൻ പേര് പറയുന്നില്ല. പ്രസിദ്ധനും ശക്തനും സഭയിൽ എക്കാലത്തും പ്രശംസിക്കപ്പെടുന്നവനുമായ ഒരു വ്യക്തി തിരുവചനം വായിച്ച് യേശുവിൻ്റെ കൽപ്പനപ്രകാരം പോയി സ്നാനപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്നാനത്തെക്കുറിച്ച് അറിഞ്ഞ തൻ്റെ സ്നേഹിതന്മാരിൽ ചിലരും കൂടെ സ്നാനത്തിന് യോജിച്ചു. അവരെല്ലാവരും കൂടെ പോയി സ്നാനപ്പെട്ടു. സഭാ കോടതി പിന്നത്തേതിൽ അവരെ ന്യായം വിധിക്കാനായി വിളിച്ചു. ഒന്നാമത്തെ വ്യക്തിയെ വിളിച്ച് ന്യായവിസ്താര സഭയുടെ മുമ്പിൽ കൊണ്ടുവന്നു. സഭാ സെനഡിൻ്റെ മുമ്പിൽ ന്യായവിധിക്ക് വേണ്ടി കൊണ്ടുവന്നു. അദ്ദേഹത്തോട് 4-5 ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചിടോ, താൻ പോയി വെള്ളത്തിൽ മുങ്ങിയെന്നറിഞ്ഞ് നേരാണോടോ എന്ന് ചോദിച്ചു. അതെ. തനിക്ക് പെൺകുഞ്ഞുങ്ങളുണ്ടെന്നറിയാമോ? പിള്ളേരുടെ കല്യാണം നടത്തുകയെന്നറിയാമോ? സഭയിൽ നിന്ന് മുടക്കുമെന്നറിയാമോ? അദ്ദേഹം ആകപ്പാടെ ചൂളി. ഇല്ലെങ്കിലത്തെ കുഴപ്പമെന്തോടാ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും നരകത്തിലാണോടാ പോകുന്നത്? ആകപ്പാടെ 4-5 ചോദ്യം 4-5 ദിശകളിൽ നിന്ന് വന്നതോടെ ആ മനുഷ്യൻ ചുരുങ്ങി. ചെയ്തത് തെറ്റിപ്പോയി എന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു. തിരുവചനത്തിന് വിരോധമായി അദ്ദേഹം ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് എഴുതി കൊടുത്ത് സഭയിൽ തിരികെ ചേർന്നു. ആരിതാ വരുന്ന യേശു രക്ഷകനല്ലയോ? പാപിയുടെ കൈക്കീഴിൽ തൻ്റെ സൃഷ്ടിയായ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ താൻ വരുന്നുവെന്നുള്ള പാട്ട് തൻ്റെ സ്നാനസമയത്ത് പാടേണ്ടതിന് താൻ എഴുതി ഉണ്ടാക്കിയതും താൻ പാടിയതുമായ പാട്ടാണ്. എന്നെ സ്നാനപ്പെടുത്തിയപ്പോഴും ആ പാട്ട് തന്നെ പാടുവാൻ ദൈവത്തിന് തിരഹിതമായി. അദ്ദേഹത്തിൻ്റെ ന്യായവിധി കഴിഞ്ഞ് അദ്ദേഹം ക്ഷമാപണം എഴുതി കൊടുത്ത് മടങ്ങിപ്പോയി കഴിഞ്ഞ ശേഷം രണ്ടാമതൊരു മനുഷ്യനെ ന്യായവിസ്താരത്തിന് വേണ്ടി വിളിച്ചു. അന്ന് തന്നെ അതേ കോടതി. രണ്ടാമത്തെ ആളിനെ ന്യായവിസ്താരത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കോടതിയോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ ആ മനുഷ്യൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം കോടതിയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു കോടതിയുടെ മുമ്പിൽ ന്യായം വിധിക്കുമെങ്കിൽ ആ കോടതി അംഗീകരിക്കുന്ന ഒരു തത്വസംഹിതയുണ്ട്. ഏത് തത്വസംഹിതയിൽ, ഏത് ബൈലോയിൽ, ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഏത് പ്രമാണത്തിൽ നിങ്ങൾ എന്നെ ന്യായം വിധിക്കുന്നുവെന്ന് എനിക്കൊന്ന് കേൾക്കണം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണോ അതോ വേദപുസ്തക തത്വം അനുസരിച്ചാണോ? ഏത് മാനദണ്ഡത്തിലാണ് നിങ്ങൾ എന്നെ ന്യായം വിധിക്കുന്നത്? അതിലെ പ്രധാന ജഡ്ജിമാരിൽ ഒരാളായിരുന്നവൻ പെട്ടെന്ന് പറഞ്ഞു, വേദപുസ്തകമെന്ന് പറയുവാൻ ഞാൻ കേട്ടിട്ടുള്ളതാണ്, നേരിട്ട് ആർഗ്യുമെൻ്റ് കേട്ടതല്ല, അന്ന് കേട്ടവർ പറഞ്ഞു കേട്ടതാ. വേദപുസ്തകമെന്ന് പറയേണ്ടതിന് വേദ വരെ പറഞ്ഞപ്പോൾ അടുത്തിരുന്നയാൾ ഒരു തട്ട് തട്ടി വെച്ച് പറഞ്ഞു, പറയല്ലേ. വിധിക്കപ്പെടുന്ന വ്യക്തിയോട് പറഞ്ഞു, വെളിയിലോട്ടിറങ്ങി അല്പനേരം വിശ്രമിക്ക്, പിന്നത്തേതിൽ താങ്കളെ തിരികെ വിളിക്കും. അദ്ദേഹം ഇറങ്ങിയപ്പോൾ പറഞ്ഞു, വേദപുസ്തകമെന്ന് ഇങ്ങേര് പറഞ്ഞേനെ, അവൻ പറഞ്ഞേനെ അതും പ്രകാരമാ മുങ്ങിയതെന്ന്. യേശുക്രിസ്തു വന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാന പ്രകാരമാണെന്ന്. അല്ലെന്ന് തെളിയിക്കാൻ നമുക്ക് ആർക്കും നിവൃത്തിയില്ല. കാര്യം ഒത്തിരി വളഞ്ഞുകുത്തി പരിപാടികൾ പറയാമെങ്കിലും പച്ച മലയാളത്തിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് മെത്തേഡിൽ യേശുവിൻ്റെ കൽപ്പനയാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നത്. അദ്ദേഹത്തെ പിന്നെ ഇതുവരെയും വിളിച്ചിട്ടില്ല.
ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ന്യായവിസ്താര കോടതിയിൽ അന്ന് ഇരുന്നവർ പോലും ആരുമില്ല. ആ മനുഷ്യനും എന്നില്ല. ഇതുവരെയും തിരിച്ചു വിളിച്ചില്ല. യേശു ക്രിസ്തു വന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൻ്റെ വെളിയിൽ ചെയ്ത യാതൊരു പണിയും ശോധനയ്ക്ക് വേണ്ടി എടുക്കുകയില്ല. യേശു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്ന പണി ഞാൻ വിശദീകരണത്തിൽ ഇനിയും അധികം പോകാൻ എനിക്ക് നോക്കത്തില്ല. ആ പണി കൊണ്ടുവന്നാൽ തീയോട് ശോധന ചെയ്യുമെന്നാണ് ബൈബിൾ പറയുന്നത്. ഒരു അഗ്നിനദി തൻ്റെ മുൻപിലൂടെ ഒഴുകി ആ അഗ്നിനദിക്കകത്ത് ശോധന ചെയ്തെടുക്കുന്ന എല്ലാ പ്രവൃത്തികളെയും ശോധന ചെയ്യുന്ന ദിവസം എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി ദൈവസന്നിധിയിൽ മാന്യതയുള്ളതായി കാണുവാൻ ഇന്ന് പകൽ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നവർക്കായി എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാ പ്രവൃത്തിയും തീയോട് ശോധന ചെയ്യും. തീയുടെ മുമ്പിൽ ചിലരുടെ പ്രവൃത്തികൾ വെന്തുപോയാൽ അവന് ഛേദം വരും. തൻ്റെ പ്രവൃത്തികൾ വെന്തുപോയി താനോ തീയിലൂടെ രക്ഷപ്പെട്ടവൻ എന്ന വണ്ണം രക്ഷപ്പെടുമെങ്കിലും കാര്യം ഓൾറെഡി ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, ഓൾറെഡി മധ്യാകാശത്തിലെത്തി. എന്നാൽ നിത്യലജ്ജയ്ക്ക് വേണ്ടി അവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവൻ്റെ സകല പ്രവൃത്തികളും വെന്തുപോയി. ദൈവം മുമ്പിൽ മൂല്യതയുള്ളത് പ്രവൃത്തികൾ ഇല്ലാതെ പോയി. ഓരോരുത്തൻ്റെ പ്രവൃത്തിയെ ശോധന ചെയ്യുന്ന ദൈവിക കോടതിയാണ്. ഒന്ന്, ഏത് അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഏത് അടിസ്ഥാനത്തിന്മേൽ പണിയുമെന്ന് ഉറപ്പുള്ളവർക്കായി സ്തോത്രം. മറക്കരുത്, മേഘങ്ങളെന്നതാണ് എൻ്റെ വിഷയം. ഏറ്റവും ഒടുവിലത്തെ മേഘം ഇന്ന് ഞാൻ എടുക്കുന്നത് യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ മേഘമാണ്. ആ മേഘത്തിൽ യേശു ഇറങ്ങി വരുന്നതിന് മുന്നമേ വിശുദ്ധന്മാർ ഇവിടെ നിന്ന് ചേർക്കപ്പെട്ടാൽ അവരുടെ ന്യായവിധിയെക്കുറിച്ചാണ് ഞാൻ തൊട്ടുകൊണ്ടിരിക്കുന്നത്. യേശു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൻ്റെ വെളിയിൽ പണിയുന്ന ഒരു പ്രവൃത്തിയും ശോധന ചെയ്യുന്നതല്ല, അത് ശോധന ചെയ്യാതെ തള്ളിക്കളയും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമാണ്. സ്കൂളിൽ ഓട്ടമത്സരത്തിന് പേര് കൊടുക്കാൻ പറഞ്ഞിരുന്ന കൊച്ചുകാലം. ഞാൻ ഓട്ടമത്സരത്തിന് പേര് കൊടുത്തില്ല, അതുകൊണ്ട് പേര് രജിസ്റ്റർ ചെയ്യാഞ്ഞതുകൊണ്ട് എന്നെ എടുത്തുമില്ല. വാക്കിന് അങ്ങോട്ട് ചെല്ലാൻ ഒക്കത്തില്ല, നേരത്തെ പേര് കൊടുത്തേ പറ്റുള്ളൂ, പേര് രജിസ്റ്റർ ചെയ്യണം. ദൈവസന്നിധിയിലും വാക്കിംഗ് ഇൻ പരിപാടി അന്നില്ല, ഇന്നേ പേര് രജിസ്റ്റർ ചെയ്തവരെ ഒക്കത്തുള്ളൂ കേട്ടോ. ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്ത് കഴിഞ്ഞു എന്ന് പൗലോസ് പറയുന്നു. അങ്ങനെ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു ദിവസം ഉണ്ടെന്ന് മറക്കരുത്. വിവാഹത്തിൻ്റെ ദിവസം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവർക്ക് മാത്രമേ വിവാഹിതയുടെ അല്ലെങ്കിൽ മണവാട്ടിയുടെ സ്റ്റേജിൽ ഇരിക്കാനൊക്കത്തുള്ളൂ. വേറൊരാൾക്ക് സ്ഥാനത്ത് കയറി ഇരിക്കുവാനൊക്കത്തില്ല. യേശു ക്രിസ്തു വന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിത പണിയുമായി ഉയർത്തെഴുന്നേറ്റ പലരെയും ശോധന ചെയ്യുമ്പോൾ തേണ്ടവരുടെ പ്രവൃത്തികൾ വെന്തുപോയാൽ ക്രിസ്തീയ മാനദണ്ഡപ്രകാരം അല്ലായിരുന്നുവെങ്കിൽ അവൻ്റെ പ്രവൃത്തികൾ വെന്തുപോകും. അതിനെക്കുറിച്ച് പറയുന്നത് ഒന്ന്, മരം, പുല്ല്, വൈക്കോൽ എന്നിങ്ങനെ കാണാൻ ഒരുപാട് പൊലിപ്പുള്ളതും വിലയിൽ തീരെ ഹീനവുമായത് ചില വസ്തുക്കൾ കൊണ്ട് പണിയുന്ന പണികളുണ്ട്, അത് വെന്തുപോകും. പൊന്ന്, വെള്ളി, വിലയേറിയ രത്നം എന്നിങ്ങനെ വിലപിടിപ്പുള്ള വേറെ ചില വസ്തുതകളുണ്ട്, അവ കൊണ്ട് പണിത പണികൾ നിലനിൽക്കും. ഈ മണ്ണിൽ വില മുടക്കി ദൈവത്തെ സേവിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വില മുടക്കി ദൈവത്തെ സേവിക്കുന്നവർക്കായി കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. എല്ലാം തീ കൊണ്ടാണ് ശോധന ചെയ്യുന്നതെന്ന് 1 കൊരിന്ത്യർ 3:13 നമ്മൾ കണ്ടു. റോമാലേഖനം 14:12 ഓരോരുത്തനും ദൈവിക ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. നാം ഓരോരുത്തനും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാണ് എന്ന് കണ്ടു. ഒന്നാമത്തെ പരിപാടി സ്വർഗത്തിൽ മധ്യാകാശത്തിൽ നടക്കുന്നത് തൻ്റെ സഭയുടെ ന്യായവിസ്താരമാണ്. ആ കോടതിയെ ഗ്രീക്ക് ഭാഷയിൽ ബേമ എന്നാണ് വിളിച്ചിരുന്നത്. BMA, ബീമ എന്ന് വിളിക്കുന്നവരുണ്ട്, ബേമ എന്ന് വിളിക്കുന്നവരുണ്ട്. എൻ്റെ പ്രൊനൗൺസിയേഷൻ ഇത്രയേ ഉള്ളൂ. BMA എന്ന് ഇംഗ്ലീഷ് എഴുതാവുന്ന ആ പദം ഞാനതിനെ ബേമ എന്ന് വിളിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. എന്നേക്കാൾ അറിവുള്ളവർ എന്തൊക്കെയോ വിളിക്കട്ടെ. ആ കോടതിയുടെ മുമ്പിലെ വിധിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ കോടതി ഒരാളിനെ കുറ്റം വിധിക്കുവാനുള്ള കോടതിയല്ല. 1-ാം സ്ഥാനം ആർക്ക്, 2-ാം സ്ഥാനം ആർക്ക്, 3-ാം സ്ഥാനം ആർക്ക് എന്നിങ്ങനെ സ്ഥാനനിർണയത്തിൻ്റെ കോടതിയാണ്. നിത്യനരകത്തിന് യോഗ്യരായവർ ഈ കൂട്ടത്തിൽ എടുക്കപ്പെട്ടിട്ടില്ല. നിത്യനരകത്തിന് യോഗ്യരായവർ, രക്ഷയ്ക്ക് ഉതകാത്തവർ ഒക്കെ ഈ മണ്ണിൽ ഒന്നുകിൽ മരിച്ചവരായി കിടക്കുന്നു, അല്ലെങ്കിൽ ജീവനോടെ നടക്കുന്നു. എന്നാൽ നിത്യതയ്ക്ക് യോഗ്യരായവർ മാത്രമാണ് 1-ാം കാഹളത്തിങ്കൽ എടുക്കപ്പെടുന്നത്. യേശുവിൻ്റെ രഹസ്യ പ്രത്യക്ഷതയിൽ കള്ളനെ പോലെ വരുന്ന ഇടത്ത് എടുക്കപ്പെടുന്നത് അവർ മാത്രമേ ഉള്ളൂ.
അവരെ ന്യായം വിധിച്ചു, പല കാറ്റഗറികളായി തിരിച്ചു. അവരിൽ ഒന്നാമത്തെ കാറ്റഗറിയെ വിളിക്കുന്ന പേരാണ് മണവാട്ടി സഭ. മണവാട്ടി സഭ. അപ്പം അത് ഞാനൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിർമ്മല കന്യക 2 കൊരിന്ത്യർ 11:2. 2 കൊരിന്ത്യർ 11:2. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. നിർമ്മല കന്യക എന്ന സഭയെ വിളിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞു. എഫെസ് ലേഖനം 5:27 ദയവായി വായിക്കാമോ? എഫെസിൽ 5:27. മുമ്പേ ഞാൻ ആ പദം പറഞ്ഞു, വീണ്ടും അവിടെ വരുമെന്ന് പറഞ്ഞു. ദ ഗ്ലോറിയസ് ചർച്ച് വായിച്ചു. കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ശുദ്ധയും നിഷ്കളങ്കയുമായ സഭ, കറാചുളുക്കം വാട്ടം മാലിന്യമില്ലാത്ത സഭ എന്നീ പേരിന് യോഗ്യരായ ഒരു കൂട്ടത്തെ വേർതിരിച്ചു. അവരെ മണവാട്ടി സഭ എന്ന് തിരുവചനം വിളിക്കുന്നു. ഇതിനകത്ത് പഴയ നിയമവിശുദ്ധന്മാരുണ്ട്, പുതിയ നിയമവിശുദ്ധന്മാരുണ്ട്. ഒരു 144,000 പേര് പഴയ നിയമസഭയിൽ നിന്ന് ചേർക്കപ്പെട്ടവരുണ്ട്. അവരിൽ വസിച്ചിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ ഉണ്ടായിരുന്നുവെന്ന് പുതിയ നിയമവും എടുത്തു പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 15:3 ദയവായി വായിക്കാം. അതൊരു പ്രധാന പദമാണ്. വെളിപ്പാട് പുസ്തകം 15:3. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ. മതി. മണവാട്ടി സഭ സ്വർഗത്തിൽ പാടുന്ന ഒരു പാട്ടാണ്. മോശയുടെ പാട്ടവർ പാടും, കുഞ്ഞാടിൻ്റെ പാട്ടവർ പാടും. പുതിയ നിയമസഭയിൽ നിന്നും പഴയ നിയമസഭയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട കറാ ചുളുക്കം വാട്ടം മാലിന്യമില്ലാത്ത ശുദ്ധിമാന്മാർ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും. ആ പ്രിയപ്പെട്ടവരുമായി സ്വർഗത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വിവാഹം നടക്കും. മത്തായിയുടെ സുവിശേഷം 22:2 ഒരു രാജാവ് തൻ്റെ പുത്രൻ്റെ വിവാഹം നടത്തുന്ന സംഭവം കാണാം. വാക്യം വായിക്കുന്നില്ല, സമയം പോകുന്നത് കൊണ്ട്. ഈ വിവാഹത്തിൽ പല ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുണ്ട്, പല കാറ്റഗറി ഉണ്ട്. ഒന്ന്, രാജാവാണ്, ആതിഥേയൻ പിതാവായ ദൈവമാണ്. 2, മണവാളൻ കർത്താവായ യേശുവാണ്. മത്തായിയുടെ സുവിശേഷം 22:2 ആതിഥേയനെ കുറിച്ച് കാണാം, കർത്താവ് പിതാവായ ദൈവം. ലൂക്കോസിന്റെ സുവിശേഷം 5:34 മണവാളനായ യേശുവിനെ കുറിച്ച് കാണാം, മണവാളൻ. 2 കൊരിന്ത്യർ 11:2 നിർമ്മല കന്യകയെ കാണാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പഴയ നിയമസഭയും പുതിയ നിയമസഭയും ഒക്കെ അക്കൂട്ടത്തിൽ ഉണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22:3 മണവാട്ടി സഭയിൽ ഉൾപ്പെടാത്ത ക്ഷണിക്കപ്പെട്ട കുറെ അതിഥികൾ ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് തേണ്ട പട്ടമഹർഷി മാത്രമല്ല, തോഴിമാരായി കൂടെ നടന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതാകുന്നു. അത് 45-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് പോലും മറക്കരുത്, ചില മിനിമം ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. വെള്ളവസ്ത്രം ധരിക്കാത്ത ആരെയും അവിടെ അടുപ്പിക്കുന്നതല്ല. കല്യാണ വസ്ത്രം ധരിക്കാത്ത ആരെയും അവിടെ അടുപ്പിക്കുന്നതല്ല. വെളിപ്പാട് പുസ്തകം 19:4 സ്വർഗീയ സൈന്യം ആ കൂട്ടത്തിലുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് സ്വർഗത്തിൽ യേശുവിൻ്റെ വിവാഹം നടക്കുന്നത്. ആ വിവാഹാനന്തരം ഇത് ഏറെക്കുറെ 7 വർഷം എടുക്കുമെന്ന് കരുതുന്നു. സഭയുടെ എടുക്കപ്പെട്ട ഏറെക്കുറെ 7 വർഷമാകുന്നതോടുകൂടെ ആ ദിവസമാകുമ്പോൾ സഭയുമായി മണവാട്ടിയുമായി യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വേറൊരു സംഭവമുണ്ട്. ഇതാ മേഘാരൂഢനായി. ആ വരവിനെയാണ് തിരുവചനം എടുത്തു കാണിക്കുന്നത്. മേഘാരൂഢനായി വരുന്ന വരവ്. അതെ, മടങ്ങി വരവിൻ്റെ മേഘത്തിൽ ഞാനും നിങ്ങളും ഉണ്ടായിരിക്കേണ്ടതിന്, പ്രൈസ് ദ ലോർഡ്, മടങ്ങി വരവിൻ്റെ മേഘത്തിൽ ഞാനും നിങ്ങളും ഉണ്ടായിരിക്കേണ്ടതിന്, ആ മേഘത്തിൻ്റെ കീഴിൽ നിൽക്കേണ്ടതിന് തയ്യാറെടുക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് പകൽ മേഘങ്ങൾ എന്ന വിഷയം തൽക്കാലത്തേക്ക് ഞാൻ നിർത്തട്ടെ. ഒടുവിലത്തെ മേഘമായി ദ ക്ലൗഡ് ഓഫ് ഹിസ് റിട്ടേൺ,
തൻ്റെ മടങ്ങിവരവിൻ്റെ മേഘമെന്ന് വിശദീകരിച്ചു. ആ മേഘത്തിൽ മടങ്ങി വരേണ്ടതിന്, ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെടേണ്ടതിന്, ഇന്ന് പകൽക്കാലം മണവാട്ടിയുടെ അംഗമായി മാറേണ്ടതിന് ഒരുങ്ങാം. ദൈവമാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമേ, ഈ ആശയം പറഞ്ഞു നിർത്തുവാൻ ഇന്ന് തന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ വരവ് ഇതുവരെ വൈകിയതിനാൽ ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്ന ആളുകൾ അവരുടെ നിത്യതയ്ക്ക് ഹാനി വരാതെ വണ്ണം ജീവിതത്തെ മാനസാന്തരത്തിലൂടെ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവർക്ക് കൃപ കൊടുക്കണേ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടൊരു വചന ശുശ്രൂഷയിൽ കൂടെ കർത്താവ് നമ്മൾക്ക് ആവശ്യമുള്ള സകലതും നൽകി തന്നതിനാൽ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾക്ക് ആവശ്യമുള്ള ധൈര്യം, ബലം, സമാധാനം, സന്തോഷം, കൃപ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും കാവലും പ്രാർത്ഥനയുടെ മറുപടികളും ദൈവം വചനത്തിൽ കൂടെ, വചന ശുശ്രൂഷയിൽ കൂടെ നൽകുകയാൽ കർത്താവിനെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ഫ്യൂ സെക്കൻഡ്സ് സ്തോത്ര കാഴ്ചകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള ഈ അവസരം, ദശാംശങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുമ്പോൾ, അഗാൻ എല്ലാ ആഴ്ചയിലും പറഞ്ഞു വരുന്നത് പോലെ നമ്മളുടെ ഫാമിലി പ്രേയറിൽ കടന്നു വരുന്നവർ, ഭക്തിയോടെ വരുന്ന, വളരെ പ്രതീക്ഷയോടെ വരുന്ന, വളരെ പ്രാർത്ഥനയോടെ വരുന്ന, എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ വരുന്ന ആ ബെഥൽ ഫാമിലിയോട് ചേർന്ന് കടന്നു വരുവാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും, നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിന്നും ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ചർച്ചിൽ നിന്ന് എല്ലാ ദിവസവുമുള്ള ബൈബിൾ സ്റ്റഡീസ്, എല്ലാ ദിവസവും വരുന്ന ഫാമിലി പ്രേയറിൻ്റെ ലിങ്കുകൾ എല്ലാം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അതിൽ കൂടെ നിങ്ങൾക്ക് സഭയോട് ചേർന്ന് സഹകരിക്കുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പദവി പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ എല്ലാ വഴികളിലും കാത്തു സൂക്ഷിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ നിയമിക്കും. ദൂതന്മാരുടെ ശുശ്രൂഷ നമുക്ക് വേണ്ടിയുണ്ട്. ആ ധൈര്യത്തോടെ, ആ വിശ്വാസത്തോടെ, ആ പ്രത്യാശയോടെ ഓരോ ദിവസവും ദൈവം നമ്മളെ നയിക്കട്ടെ. തുടർന്ന് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. ഏവരെയും, ഓരോ ഭവനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നല്ല ദൈവത്തിന്റെ വചനത്തിന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വീണ്ടും എന്റെ സീസൺ ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ പ്രൈസ് ഗോഡ്. നമ്മൾ ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു. അതോടൊപ്പം സ്തോത്രാഴ്ചയും എടുക്കും. എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ
എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. താങ്ക് യു ലോർഡ്. പിതാവേ, ഞങ്ങളോട് വീണ്ടും അങ്ങയുടെ വചനത്തിൽ കൂടെ സംസാരിച്ച് അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഇന്ന് അങ്ങയുടെ വചനം ഞങ്ങളോട് സംസാരിച്ചതുപോലെ ആത്മാവിൻ്റെ അളവുകൾ, നിയോഗങ്ങൾ വർദ്ധിച്ചു വരുവാൻ അങ്ങയുടെ കൃപയിൽ മറയ്ക്കുവാൻ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷങ്ങൾ മുതൽ പാട്ടുകളിൽ കൂടെ, ദൈവവചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ച അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ശബ്ദത്തിൽ കൂടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ച ആരാധനയുടെ ഓരോ ഘടകങ്ങളും, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ സകലതും സ്വർഗം അംഗീകരിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭവനങ്ങളിൽ കാവലും സമാധാനവും കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മറുപടികൾ കർത്താവെ ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായിരിക്കും. ഇപ്പോൾ പിരിയട്ടെ, പിരിയാത്ത സാന്നിധ്യത്തിൽ മറച്ചാലും യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മളോടും നമ്മളോർത്ത് പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.